സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി പ്രധാന അറിയിപ്പ്. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. മെയ് മാസത്തേക്കുള്ള നടപടികൾ ആരംഭിച്ചു. എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്കും പെൻഷൻ മുടങ്ങാം. മുമ്പ് ഒരിക്കലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലാത്തവർ ജൂൺ 30-നകം സമർപ്പിക്കണം. വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിൽ ഉൾപ്പെട്ടവർക്കാണ് ഇത് ബാധകമാകുന്നത്. ക്ഷേമ ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇത് ബാധകമല്ല. മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഓരോ മാസം 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പൂർത്തിയാക്കാം. ഈ വർഷത്തെ ബയോമെട്രിക് മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത വാർത്ത അപ്ഡേറ്റ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി സുമംഗലി പദ്ധതിയിലൂടെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, സിഖ്, പാഴ്സി, ബുദ്ധമത വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് അർഹതയുണ്ട്. പരമാവധി 5 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. 6% പലിശ നിരക്കിലാണ് വായ്പ അനുവദിക്കുന്നത്. വസ്തുജാമ്യമോ സർക്കാർ പൊതുമേഖലയിലെ ജീവനക്കാരുടെ ജാമ്യമോ ആവശ്യമാണ്. അപേക്ഷ ഫോം കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. കേരളത്തിലെ വാഹന ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഗതാഗത നിയമലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴ പകുതിയായി അടയ്ക്കാനുള്ള ആംനസ്റ്റി പദ്ധതിയുടെ കാലാവധി അവസാനിക്കുകയാണ്. 2024 ഡിസംബർ 31-ന് മുമ്പ് മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും ചുമത്തിയ ചെല്ലാനുകൾക്ക് ഈ ഇളവ് ബാധകമാണ്. ഏപ്രിൽ 30-നകം അപേക്ഷ നൽകി 50% തുക മാത്രം അടച്ച് നടപടികൾ ഒഴിവാക്കാം. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ സൗകര്യം ലഭ്യമാണ്. ഇനി 2 ദിവസം മാത്രമുള്ളതിന് വലിയ തുക പിഴയെ അടയ്ക്കേണ്ടവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. അടുത്ത വാർത്ത അപ്ഡേറ്റ്. രാജ്യത്തെ LPG ബുക്കിംഗ് നിയമങ്ങളിൽ മെയ് 1-ാം തീയതി മുതൽ പുതിയ മാറ്റങ്ങൾ വരുന്നു. ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഭാരത് ഗ്യാസ്, HP ഗ്യാസ് തുടങ്ങിയ എണ്ണ വിതരണ കമ്പനികൾ വിതരണ സംവിധാനം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. പുതിയ പരിഷ്കാരം അനുസരിച്ച് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇത് 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമാണ്. 2 സിലിണ്ടർ കണക്ഷനുള്ളവർക്ക് അടുത്ത ബുക്കിംഗിന് കുറഞ്ഞത് 35 ദിവസം കാത്തിരിക്കണം. വിതരണം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് അഥവാ OTP സംവിധാനം നിർബന്ധമാക്കും. കൂടാതെ ആധാർ അടിസ്ഥാനമാക്കിയ EQIC പൂർത്തിയാക്കിയവർക്ക് ബുക്കിംഗ് തടസ്സപ്പെടാനും സബ്സിഡി മുടങ്ങാനും സാധ്യതയുണ്ട്. LPGക്ക് പകരം PNG അതായത് പൈപ്പ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗത്തിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നു. PNG ലഭ്യമായ ഇടങ്ങളിൽ 3 മാസത്തിനകത്ത് കണക്ഷൻ മാറണം. PNG എടുത്തവർ 2 ആഴ്ചയ്ക്കകം LPG കണക്ഷൻ സറണ്ടർ ചെയ്യണമെന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടർ അറിയിച്ചു കഴിഞ്ഞു. അടുത്ത വാർത്ത അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ഒരുമിച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ 4 മുതൽ വിതരണം ആരംഭിച്ചു. എന്നാൽ പല റേഷൻ കടകളിലും 2 മാസത്തെ സാധനങ്ങൾ ഒരുമിച്ച് ലഭ്യമല്ലാത്തതിനാൽ പലരും സാധനങ്ങൾ ലഭിക്കാതെ മടങ്ങേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ ഏപ്രിൽ ലഭിക്കാത്തവർക്ക് മെയ് മാസത്തിൽ ലഭ്യമാകാനുള്ള നടപടി വേണമെന്നും റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അടുത്ത വാർത്ത അപ്ഡേറ്റ്. വേനൽക്കാലത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തിനായി സർക്കാർ പുതിയ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടുത്ത ചൂടും ഉയർന്ന വൈദ്യുതി ആവശ്യവും ഒരുമിച്ച് വന്നതോടെ വൈദ്യുതി വിതരണത്തിൽ സ്ഥിരത ഉറപ്പാക്കാനും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നടപടികൾ. കേരളത്തിൽ ഈ വർഷം മാർച്ച് മുതൽ തന്നെ താപനില സാധാരണയേക്കാൾ ഉയർന്ന നിലയിൽ തുടരുകയാണ്. ഇതോടെ എയർ കണ്ടീഷണറുകളും ഫാനുകളും ഫ്രിഡ്ജുകളും ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങളുടെ ഉപയോഗം വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. വൈദ്യുതി ആവശ്യകത ദിനം പ്രതി ഉയരുകയും ചില സമയങ്ങളിൽ ഉൽപാദനവും ലഭ്യതയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യത്തിൽ വൈദ്യുതി ബോർഡ് പുതിയ ചില നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുകയാണ്. പ്രധാനമായും പീക്ക് സമയങ്ങളായി വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയങ്ങളിൽ അനാവശ്യ ലൈറ്റുകളും ഉയർന്ന വൈദ്യുതി ഉപയോഗമുള്ള ഉപകരണങ്ങളും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും പ്രത്യേകിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, ഓഫീസുകൾ എന്നിവയിൽ തണുപ്പിക്കൽ സംവിധാനങ്ങൾ നിയന്ത്രിതമായി ഉപയോഗിക്കണം. കൂടാതെ പരസ്യ ലൈറ്റുകൾ, അലങ്കാര ലൈറ്റുകൾ തുടങ്ങിയവ പരമാവധി കുറയ്ക്കണമെന്നും നിർദ്ദേശിക്കുന്നു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സ്ലാബ് അടിസ്ഥാനത്തിലുള്ള നിരക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുന്ന രീതിയിലേക്കാണ് പുതുക്കൽ. ഇതിലൂടെ വൈദ്യുതി സംരക്ഷണത്തിന് പ്രോത്സാഹനം നൽകുകയാണ് ലക്ഷ്യം. സൗരോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. വീടുകളിലും സ്ഥാപനങ്ങളിലുമായി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നവർക്ക് വിവിധ സബ്സിഡികളും ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീർഘകാലത്തിൽ വൈദ്യുതി പ്രശ്നങ്ങൾ സ്ഥിരമായ പരിഹാരമായി നവീകരണ ഊർജ്ജം മാറുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വൈദ്യുതി ക്ഷാമം ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ലോഡ് നിയന്ത്രണ നടപടികളും പരിഗണനയിലാണ്. എന്നാൽ സാധാരണ ജനങ്ങളുടെ ദിനചര്യയെ ബാധിക്കാത്ത വിധത്തിൽ മാത്രമേ ഇത്തരം നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു.
ജനങ്ങളോട് വൈദ്യുതി സംരക്ഷണത്തിൽ സഹകരിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഉപയോഗമില്ലാത്ത ലൈറ്റുകൾ ഓഫ് ചെയ്യുക, എനർജി എഫിഷ്യന്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുക, പീക്ക് സമയങ്ങളിൽ ഉപഭോഗം കുറയ്ക്കുക തുടങ്ങിയ വളരെ പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. വേനൽക്കാലം കൂടുതൽ കടുത്തതാകാൻ ഇടയുള്ളതിനാൽ അടുത്ത ചില സമയങ്ങൾ നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ സർക്കാർ, വൈദ്യുതി ബോർഡ്, ജനങ്ങൾ എന്നിവർ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രിക്കാൻ കഴിയൂ. അടുത്ത വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഏപ്രിൽ 28-ന് ഗ്രാമിന് 165 രൂപയും പവന് 1320 രൂപയും കുറഞ്ഞു. രാവിലെ 22 കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാമിന് 65 രൂപ കുറഞ്ഞു. 14,025 രൂപയും പവന് 520 രൂപയായും കുറഞ്ഞു. 1,12,200 രൂപയുമായിരുന്നു. ഉച്ചയ്ക്ക് ഗ്രാമിന് 100 രൂപ കുറഞ്ഞു 13,925 രൂപയും പവന് 800 രൂപ കുറഞ്ഞ് 1,11,400 രൂപയുമായി വ്യാപാരം നടന്നു. ഇതോടെ ഈ വാർത്ത സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. കൂടാതെ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ചാനൽ ഫോളോ കൂടി ചെയ്യുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.